പാർലമെന്റിൽ കാണാനില്ല, പക്ഷെ കല്യാണത്തിന് കൃത്യമായി എത്തി. ആരാ? നമ്മുടെ അമിത്ഷാ തന്നെ. പാർലമെന്റിൽ അമിത്ഷായെ കാത്തിരുന്നവർക്ക് നിരാശ. കാരണം എന്താ? ആഭ്യന്തരമന്ത്രി അവിടെ ഇല്ല. പക്ഷെ ഡൽഹിയിൽ ഒരു വിവാഹ റിസപ്ഷൻ നടക്കുന്നു എന്ന് കേട്ടതോടെ അമിത്ഷാ എത്തി. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അതും ആരുടെ? NCP നേതാവ് സുപ്രിയ സുലെയുടെ മകൾ രേവതി സുലെയുടെ വിവാഹ റിസപ്ഷൻ. ഇനി ചോദ്യം ഇതാണ്, പാർലമെന്റിൽ എത്താൻ കഴിയാത്തത്ര തിരക്കായിരുന്നു അമിത്ഷായ്ക്ക്. പക്ഷെ കല്യാണത്തിന് പോകാൻ സമയം എവിടെ നിന്നാണ് കിട്ടിയത്? രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു കാര്യമേ, പാർലമെന്റിൽ വരാൻ പറ്റില്ല, പക്ഷെ വിവാഹ റിസപ്ഷൻ ആണെങ്കിൽ വരും കേട്ടോ. എന്നാലും എന്തുകൊണ്ടാ പാർലമെന്റിൽ വരാത്തത്? കാരണം പാർലമെന്റിൽ പ്രതിപക്ഷം കാത്തിരിക്കുന്നുണ്ടല്ലോ. പാർലമെന്റ് സമ്മേളനം നടക്കുന്നു, പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. പാർലമെന്റിൽ ചോദ്യങ്ങളുണ്ട്, വിവാദങ്ങളുണ്ട്, മറുപടി പറയാനുണ്ട്. രാജ്യത്തെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ ആ ചർച്ചകളിൽ മറുപടി പറയേണ്ട ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വരാതെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത് നടക്കും. ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യം ഒന്നായിരിക്കും, പാർലമെന്റിൽ എത്താൻ പറ്റാത്തത്ര തിരക്കായിരുന്നെങ്കിൽ കല്യാണത്തിന് എങ്ങനെ എത്തിയെന്നത്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകാം. പാർലമെന്റ് ഒരു പ്രധാനപ്പെട്ട ദേശീയ ചടങ്ങല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വിവാഹ റിസപ്ഷന് അതിനേക്കാൾ വലിയ പ്രയോറിറ്റി കിട്ടിയത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അമിത്ഷായുടെ കലണ്ടറിൽ ഇനി പാർലമെന്റ് ആണെങ്കിൽ ഓപ്ഷണൽ എന്നും വെഡിങ് റിസപ്ഷൻ ആണെങ്കിൽ മാൻഡേറ്ററി എന്നുമാണോ എഴുതിയിരിക്കുന്നത്? അതും സംശയമാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യമുണ്ട്. ചിലപ്പോൾ ഇതുപോലൊരു പരിപാടി ഇനി പാർലമെന്റിൽ സംഘടിപ്പിച്ചാൽ അമിത്ഷാ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെയും ഊഹിക്കാം. പക്ഷെ വിഷയം അത്ര തമാശയായി മാത്രം കാണാൻ കഴിയില്ല. കാരണം ഒരു കേന്ദ്രമന്ത്രിയുടെ പാർലമെന്റ് സാന്നിധ്യം എന്നത് വെറും ഒരു ഹാജർ കാര്യമല്ല. ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മന്ത്രിമാരാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ, നിയമ സംവിധാനം, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം തുടങ്ങി നിരവധി സുപ്രധാന വിഷയങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിധിയിലാണ്. അത്തരം വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ ബന്ധപ്പെട്ട മന്ത്രി അവിടെ ഉണ്ടാകണമെന്നത് സ്വാഭാവികമായ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിൽ കാണാത്ത അമിത്ഷാ വിവാഹ റിസപ്ഷനിൽ പ്രത്യക്ഷപ്പെട്ടത് രാഷ്ട്രീയ പരിഹാസത്തിന് വലിയ വിഷയമായത്. ഇനി സോഷ്യൽ മീഡിയയിലെ ഭാഷയിൽ പറഞ്ഞാൽ പാർലമെന്റ് അറ്റൻഡൻസ് ലോ, വെഡിങ് അറ്റൻഡൻസ് ആണെങ്കിൽ ഫുൾ മാർക്സ്. ആഹാ, പാർലമെന്റിൽ പ്രതിപക്ഷം ചോദ്യം ചോദിക്കുമ്പോൾ മന്ത്രിജി എവിടെയെന്ന് അന്വേഷിക്കേണ്ടി വരുന്നു. പക്ഷെ വിവാഹ വേദിയിൽ ആ അന്വേഷണത്തിന്റെ കാര്യമില്ല കേട്ടോ. കാരണം മന്ത്രിജി അവിടെ കൃത്യമായി എത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ എത്തുന്നത് ഒരു ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കുന്നത് ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ എന്തിനാണ് മുൻഗണന നൽകേണ്ടത്? കാരണം ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾക്ക് മുന്നിൽ ഉത്തരവാദിത്വമുണ്ട്. പാർലമെന്റ് എന്നത് വെറും ഒരു കെട്ടിടമല്ല. അവിടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ ഉയരുന്ന ചോദ്യങ്ങൾ പലപ്പോഴും സാധാരണക്കാരന്റെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടവയാണ്. വിലക്കയറ്റം, തൊഴിൽ, സുരക്ഷ, സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ, നിയമങ്ങൾ, രാജ്യത്തിന്റെ ആഭ്യന്തര സാഹചര്യം, ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ മന്ത്രിമാർ എവിടെയാണ് എന്ന ചോദ്യം സ്വാഭാവികമാണ്. അതേസമയം ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. രാഷ്ട്രീയ നേതാക്കൾക്കും വ്യക്തിപരമായ ജീവിതമുണ്ട്. സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവകാശവുമുണ്ട്. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ രാജ്യവ്യാപകമായി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഡൽഹി ജന്തർ മന്ദറിൽ ശക്തമാകുന്നു. പോലീസ് വിദ്യാർത്ഥികളെ മുഴുവൻ തല്ലിച്ചതയ്ക്കുന്നു. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വരെ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാകുന്നു. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ഉയരുന്നു. ഇതിനെല്ലാം മറുപടി പറയേണ്ട, ഇതിനെല്ലാത്തിനും ഉത്തരവാദിത്വമുള്ള ആഭ്യന്തരമന്ത്രി എന്നിട്ടും പാർലമെന്റിൽ വരാതെ മറുവശത്ത് അതേ സമയത്ത് വിവാഹ ചടങ്ങിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. ഇനി ഏറ്റവും വലിയ ചോദ്യം, അടുത്ത തവണ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രിയുടെ ഹാജർ ഉറപ്പാക്കാൻ സ്പീക്കർ ഇനി വിവാഹ ക്ഷണക്കത്ത് അയക്കേണ്ടി വരുമോ എന്നതാണ്. കാരണം പാർലമെന്റിൽ എത്താൻ വിളി കേൾക്കാത്ത ആള് കല്യാണത്തിന് വിളിച്ചാൽ കൃത്യമായി എത്തുന്നുണ്ട്. എന്തായാലും അമിത്ഷായുടെ വിവാഹ റിസപ്ഷൻ സാന്നിധ്യം വലിയ രാഷ്ട്രീയ സംഭവമൊന്നുമല്ലായിരിക്കാം. പക്ഷെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പരിഹാസമുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ പാർലമെന്റിന് എത്രാം സ്ഥാനമാണ് എന്ന് ഇനി ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ.